നമസ്കാരം. കനത്ത പരാജയം ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF ഏറ്റുവാങ്ങേണ്ടി വന്നതിൽ ഒരുപാട് നേതാക്കൾ കാരണക്കാരാണ്. അതിൽ മുൻപന്തിയിൽ നിൽക്കുന്നത് പിണറായി വിജയൻ തന്നെയാണ്. പിണറായി വിരുദ്ധ ഭരണവിരുദ്ധ വികാരമാണ് ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ പല നേതാക്കൾക്കും ഈ തോൽവിയുടെ പിന്നിൽ പങ്കുണ്ട്. അതിൽ പ്രധാനപ്പെട്ട മറ്റൊരാളാണ് പയ്യന്നൂർ MLA ആയിരുന്ന TA മധുസൂദനൻ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പുമായി ബന്ധപ്പെട്ട് അവിടുത്തെ ഒരു സാധാരണ പ്രവർത്തകനായിരുന്ന B കുഞ്ഞികൃഷ്ണൻ VI മധുസൂദനെതിരെ ഉന്നയിച്ച ആരോപണങ്ങൾ, തെളിവ് സഹിതം നൽകിയ കണക്കുകൾ, ഇതൊന്നും പാർട്ടി പരിശോധിക്കാതെ വീണ്ടും VI മധുസൂദനെ തന്നെ അവിടെ സ്ഥാനാർത്ഥിയായി നിർത്തിയതിൽ പ്രതിഷേധിച്ചാണ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിയിൽ നിന്ന് പുറത്തുപോയി കോൺഗ്രസിൻ്റെ പിന്തുണയോടുകൂടി വിമതനായി മത്സരിച്ച് 6000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു കയറിയത്. അവിടെ എന്തു വന്നാലും VI മധുസൂദനൻ വിജയിക്കും എന്നുള്ളൊരു കണക്കുകൂട്ടൽ പാർട്ടിക്കുണ്ടായിരുന്നു. കടുത്ത ആത്മവിശ്വാസത്തിലായിരുന്നു അവിടുത്തെ അണികളെല്ലാം. ഇപ്പോൾ ഈ VI മധുസൂദനെതിരെ വളരെ ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം അവിടെ ഉയരുകയാണ് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വരുന്ന വിവരം. VI മധുസൂദനെതിരെ അവിടെ പോസ്റ്ററുകൾ നിരന്നിട്ടുണ്ട്. മധുസൂദനെ പോലെയുള്ളവരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കണം എന്ന് പറഞ്ഞുകൊണ്ട് സേവ് CPM ഫോറം എന്നുള്ള പേരിലാണ് ഈ പോസ്റ്ററുകളൊക്കെ പതിച്ചിരിക്കുന്നത്. എന്തുവന്നാലും പാർട്ടി ഗ്രാമങ്ങളിൽ തങ്ങൾ വിജയിക്കുമെന്നുള്ള അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം CPM നേതാക്കൾക്കുണ്ടായിരുന്നു. അത് എന്തായാലും തെറ്റിപ്പോയി. മധുസൂദനെതിരെ നിരന്നിരിക്കുന്ന പോസ്റ്ററുകൾ ഒട്ടിച്ചിരിക്കുന്ന മതിലിനും ഒരു പ്രത്യേകതയുണ്ട്. B കുഞ്ഞികൃഷ്ണൻ മത്സരിക്കാൻ തുടങ്ങിയതിനു ശേഷം അദ്ദേഹത്തിൻ്റെ ചുവരെഴുത്ത് നടത്തിയ മതിൽ CPM പ്രവർത്തകർ തകർത്തിരുന്നു. ആ മതിൽ പിന്നീട് വിജയിച്ചതിന് ശേഷം കുഞ്ഞികൃഷ്ണൻ ഉൾപ്പെടെയുള്ളവർ പുനർനിർമ്മിച്ചു കൊടുക്കുകയും ചെയ്തു. ആ മതിലിലാണ് ഇത്തരത്തിൽ മധുസൂദനെതിരെയുള്ള പോസ്റ്ററുകൾ നിരന്നിരിക്കുന്നത് എന്നുള്ളതും ഒരു യാഥാർത്ഥ്യമാണ്. മധുസൂദനൻ മാത്രമല്ല, കണ്ണൂരിൽ പാർട്ടിയുടെ തകർച്ചയ്ക്ക് കാരണക്കാരായ നിരവധി പേരുണ്ട്. പിണറായി വിജയനും MV ഗോവിന്ദനും PK ശ്യാമളയും ഒക്കെ അതിൽ ചിലർ മാത്രമാണ്. എന്തായാലും ഇത്രയും കനത്ത പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതോടെ VI മധുസൂദനെതിരെയും കടുത്ത രീതിയിലുള്ള പ്രതിഷേധം ഉയരുന്നുണ്ട്. മുമ്പ് MV ഗോവിന്ദനും പിണറായി വിജയനും KK രാഗേഷിനുമെതിരെ പലയിടങ്ങളിലും പോസ്റ്ററുകൾ ഉയർന്നിരുന്നു, ഫ്ലെക്സുകൾ ഉയർന്നിരുന്നു. പക്ഷേ അതൊന്നും ഇനി ആവർത്തിക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് നേതൃത്വത്തിന് അണികളുടെ കാല് പിടിക്കേണ്ടി വന്നു. P ജയരാജനെ വിളിക്കൂ, പാർട്ടിയെ രക്ഷിക്കൂ, CPM-നെ രക്ഷിക്കൂ എന്നുള്ള തരത്തിലുള്ള പോസ്റ്ററുകളും ഫ്ലെക്സുകളും നിരന്നിരുന്നു. ഇതൊന്നും പാർട്ടി നേതാക്കൾക്ക്, അതായത് പിണറായി വിജയനും MV ഗോവിന്ദനും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യങ്ങളായിരുന്നു. പക്ഷേ ഇപ്പോൾ അവരുടെ തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒന്നും പാർട്ടിയിൽ വിലപ്പോകാത്ത ഒരവസ്ഥയിലാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് മധുസൂദനെതിരെ ഒരുപക്ഷെ കണ്ണൂരിൽ ഇത്രയധികം പ്രശ്നങ്ങൾ ഉണ്ടാകാൻ കാരണം, ഇത്രയേറെ കടുത്ത പരാജയം ഉണ്ടാകാൻ കാരണം രണ്ട് വ്യക്തികളാണ്. പിണറായി വിജയനേക്കാൾ ഉപരി PK ശ്യാമളയും TA മധുസൂദനും. ഈ രണ്ട് വ്യക്തികൾ കാരണമാണ് ഈ രണ്ട് മണ്ഡലങ്ങളിലും പാർട്ടിക്ക് പരാജയം സമ്മതിക്കേണ്ടി വന്നത്. ഈ രണ്ട് വ്യക്തികൾ അവിടെ മത്സരിക്കണമെന്ന് വാശി പിടിക്കാതിരിക്കുകയും അവരെ മത്സരിപ്പിക്കാതിരിക്കാൻ പാർട്ടി നേതൃത്വം തീരുമാനമെടുക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ തീർച്ചയായും കുഞ്ഞികൃഷ്ണനും TK ഗോവിന്ദനും മത്സരിക്കുമായിരുന്നില്ല. കുഞ്ഞികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു സാധാരണ പ്രവർത്തകനാണ്. TK ഗോവിന്ദൻ എന്നാൽ അങ്ങനെയല്ല. അദ്ദേഹത്തിന് ആ മേഖലയിൽ വളരെ ശക്തമായിട്ടുള്ള ഒരു സ്വാധീനമുണ്ട്. പാർട്ടി നേതാക്കളുമായും പാർട്ടിയുമായും ഒക്കെ പതിറ്റാണ്ടുകളുടെ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ TK ഗോവിന്ദനെ പെട്ടെന്നൊന്നും തള്ളിക്കളയാൻ പറ്റുന്ന ഒരു വ്യക്തിയായിരുന്നില്ല. പക്ഷേ അതുപോലും തിരിച്ചറിയാൻ പാർട്ടിക്ക് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ്. അങ്ങനെയാണ് TK ഗോവിന്ദന് പുറത്തു പോയി മത്സരിക്കേണ്ടി വന്നത്. 16,000-ലധികം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് TK ഗോവിന്ദൻ അവിടെ വിജയിച്ചു കയറിയത്. എന്തായാലും PK ശ്യാമളയെ അവിടെ മത്സരിപ്പിക്കാതെ അവിടെ TK ഗോവിന്ദനെയാണ് മത്സരിപ്പിച്ചിരുന്നെങ്കിൽ തീർച്ചയായും ഇതിൽ കൂടുതൽ ഭൂരിപക്ഷത്തിൽ അദ്ദേഹം വിജയിക്കുമായിരുന്നു. പയ്യന്നൂരിൽ മധുസൂദനെ മാറ്റി അവിടെ മറ്റൊരു നേതാവിനെ നിർത്തിയിരുന്നെങ്കിൽ അവിടെ തീർച്ചയായും അവിടെയും LDF-ന് അവിടെ വിജയിക്കാൻ കഴിയുമായിരുന്നു. രക്തസാക്ഷി ഫണ്ട് വെട്ടിപ്പിനെ കുറിച്ചുള്ള പകൽ പോലെ വ്യക്തമായിട്ടുള്ള തെളിവുകൾ പുറത്തു വന്നതിനു ശേഷവും TA മധുസൂദനെ മത്സരിപ്പിച്ചതാണ് പയ്യന്നൂരിൽ പാർട്ടിക്ക് വിനയായത്. മധുസൂദനെ മാറ്റി അവിടെ പകരം മറ്റൊരാളെ മത്സരിപ്പിച്ചിരുന്നുവെങ്കിൽ പാർട്ടി തീർച്ചയായും അവിടെ LDF-ന് ഒരു സീറ്റ് കൂടി, CPM-ന് ഒരു സീറ്റ് കൂടി കിട്ടുമായിരുന്നു എന്ന് മാത്രമല്ല ഈ നാണക്കേടിൽ നിന്ന് ഒഴിവാകുകയും ചെയ്യുമായിരുന്നു. എന്തായാലും TA മധുസൂദനൻ ഈ പരാജയപ്പെട്ടതിനു ശേഷം 1-2 ന്യായവാദങ്ങളും ഒക്കെയായി മുന്നോട്ട് വന്നിരുന്നു. പക്ഷേ അവിടുത്തെ സഖാക്കൾ, സാധാരണക്കാരായ സഖാക്കൾ, ചെങ്കൊടിയെയും പ്രസ്ഥാനത്തെയും സ്നേഹിക്കുന്ന സഖാക്കൾ, അവരൊക്കെ ഇപ്പോൾ യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. കാരണം പിണറായി വിജയനും ഗോവിന്ദനും TA മധുസൂദനും KK രാഗേഷും ഒക്കെ നയിച്ചാൽ ഈ പാർട്ടി ഇനിയും തകർന്നു തരിപ്പണമാകും എന്നുള്ള ഒരു യാഥാർത്ഥ്യം അവർ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിന്റെ പ്രതിഫലനമാണ് പിണറായി വിജയനും MV ഗോവിന്ദനും മധുസൂദനും ഒക്കെ ഉയർന്നു വരുന്ന പോസ്റ്ററുകൾ. എന്തായാലും ഈ പ്രശ്നത്തിന് കാരണക്കാരൻ തന്നെ മധുസൂദനാണ്. അതുകൊണ്ട് തന്നെ ഇനി മധുസൂദനന്റെ നിലനിൽപ്പ്, അവിടെ പാർട്ടി അണികളൊക്കെ പലരും മറുഭാഗത്തേക്ക് പോയി കഴിഞ്ഞു, അവരൊക്കെ മധുസൂദനെതിരാണ്. അങ്ങനെ വരുമ്പോൾ ഇനി മധുസൂദനന്റെ നിലനിൽപ്പ് അത് കായികമായി തന്നെ ഒരുപക്ഷെ അവിടുത്തെ സഖാക്കൾ മധുസൂദനെ നേരിട്ടേക്കാം എന്നുള്ള തരത്തിലാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത്. കാരണം പാർട്ടിയെ തകർത്തത് അവർക്ക് സഹിക്കാൻ കഴിയുന്നതിനേക്കാളും അപ്പുറമാണ്. അതിന്റെ
കാരണക്കാരനായ മധുസൂദനെ അവരൊരിക്കലും വെറുതെ വിടുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ല. മധുസൂദനോടൊപ്പം ചിലരൊക്കെ പ്രത്യക്ഷമായി നിൽക്കുമെങ്കിലും അവരിൽ പലരുടെയും മനസ്സ് മറുഭാഗത്താണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ കായികമായി പോലും മധുസൂദനെ നേരിട്ടാൽ, സഖാക്കൾ നേരിട്ടാൽ അതിൽ അത്ഭുതപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. ഒരുപക്ഷെ ആ വാർത്ത നമ്മളെ തേടി എത്തിയേക്കാം.